വളരെ വലിയ ശിവഭക്തൻ. പക്ഷെ അതേസമയം അഹങ്കാരിയും കൂടിയാണ്. സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഈ ഇന്നർകോറ പരിക്രമണത്തിന് പോകുമ്പോൾ നമ്മൾ അതിനകത്ത് കുറേയും കൂടി മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ കാണും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ചിലപ്പോൾ രാത്രി കാലങ്ങളിലായിരിക്കും സഞ്ചരിക്കേണ്ടി വരിക. അപ്പൊ ഇന്നർ പരിക്രമ ഇപ്പോഴും അധികം വീഡിയോസിലും മീഡിയയിലൊന്നും വരാത്ത വാർത്തയാണ്. അതൊരു പരിധി വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നർ പരിക്രമയ്ക്ക് പോകുന്നവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ബാധ്യത കൂടി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൈലാസ യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ അഷ്ടപദിയിലേക്ക് എത്താൻ മറക്കരുത്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു സാക്ഷാത്കാരാണത്. ഒരു മുൻജന്മ പുണ്യമായിരിക്കാം അങ്ങനെയൊക്കെ വരാൻ പറ്റിയത്. ഒത്തിരി സന്തോഷമാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചു. നമസ്കാരം. കൈലാസ തീർത്ഥത്തിന്റെ 11ാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മാനസ സരോവറിൻ്റെ മനോഹരമായ കാഴ്ചകളും അവിടെ വെച്ച് കൺകുളിർക്കെ കണ്ട കൈലാസനാഥൻ്റെ ആദ്യ ദർശനവും ദാർശനിലെ ഞങ്ങളുടെ ഡോം താമസ സൗകര്യങ്ങളുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ എപ്പിസോഡ് പൂർണ്ണമായും നീക്കി വെച്ചിരിക്കുന്നത് കൈലാസ യാത്രയിലെ ഏറ്റവും വിശുദ്ധവും അപൂർവവുമായ ഒരു ദിവ്യസ്ഥാനത്തിന് വേണ്ടിയാണ്, അഷ്ടപദി. അതെ, കൈലാസ പർവ്വതത്തോട് ഏറ്റവും അടുത്തു ചെന്ന് തൊഴുതു വണങ്ങാൻ സാധിക്കുന്ന അഷ്ടപദിയിലെ അത്ഭുത അനുഭവങ്ങളും അവിടുത്തെ പുരാതന ഐതിഹ്യങ്ങളും അടുത്ത ദിവസം ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന മഹാപരിക്രമണത്തിന്റെ ഞങ്ങളുടെ തയ്യാറെടുപ്പുകളുമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഉച്ചതിരിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ദാർശനിൽ നിന്നും അഷ്ടപദിയിലേക്ക് യാത്ര തിരിച്ചത്. സാധാരണയായി കൈലാസ പരിക്രമണം ചെയ്യുന്ന പല തീർത്ഥാടകരും പരിക്രമണം മാത്രം പൂർത്തിയാക്കി മടങ്ങാറാണ് പതിവ്. അതികഠിനമായ കാലാവസ്ഥയും പെർമിറ്റ് നിയന്ത്രണങ്ങളും പാതയുടെ ദുർഘടമായ അവസ്ഥയും കാരണം അഷ്ടപദിയിലേക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ദാർശനിൽ നിന്നുള്ള യാത്ര കേവലം ഒരു വാഹനയാത്രയായിരുന്നില്ല, തികച്ചും ഒരു സാഹസിക അനുഭവമായിരുന്നു. തുടക്കത്തിൽ നല്ല റോഡുകളായിരുന്നെങ്കിലും മുന്നോട്ട് പോകുന്തോറും മണ്ണും കല്ലും നിറഞ്ഞ പാതകളായിരുന്നു ഞങ്ങളെ കാത്തിരുന്നത്. ഒരു വശത്ത് ആഴമേറിയ താഴ്വരകളും മറുവശത്ത് കൂറ്റൻ ഹിമാലയ പാറക്കെട്ടുകളും. വാഹനം കുലുങ്ങി ഉലഞ്ഞ് ആ കല്ലുപാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴും പ്രപഞ്ചനാഥന്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന ചിന്ത ഞങ്ങളിലെ ഭയത്തെയെല്ലാം ഇല്ലാതാക്കി. കൈലാസ യാത്രയിൽ ഏറെ ആത്മീയ പ്രാധാന്യമുള്ള അഷ്ടപദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ നിങ്ങൾ കാണുന്നത് കൈലാസത്തിൻ്റെ തെക്കേ മുഖമാണ്. ഭഗവാൻ ശിവന്റെ നട്ടെല്ല് എന്ന് വിശേഷിക്കപ്പെടുന്ന ഫേസാണ് തെക്കേ മുഖം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം ഭഗവാന്റെ നട്ടെല്ലാണെന്നാണ് സങ്കല്പം. ഒപ്പം തന്നെ അതിനു മുൻപിൽ കാണുന്നത് നന്ദി പർവ്വതം എന്നറിയപ്പെടുന്ന നന്ദി ഹിൽസാണ്. ഭഗവാന്റെ മുന്നിൽ നന്ദിയെ നമ്മൾ എല്ലായ്പ്പോഴും കാണാറുണ്ടല്ലേ. കൈലാസത്തെ എത്തുമ്പോഴും ആ കാഴ്ച ഭംഗിയോടെ കാണാൻ അഷ്ടപദിയിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. കൈലാസ ദർശനത്തിനൊപ്പം തന്നെ അഷ്ടപദ് ദർശനം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായിട്ടാണ് കാണുന്നത്. കാരണം അഷ്ടപദിയിലേക്ക് അങ്ങനെ എപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ നടക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമുണ്ടെങ്കിലാണത്രേ ഈ മണ്ണിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അതുകൊണ്ട് ഈ കാഴ്ച അത്രത്തോളം
പവിത്രവും മനോഹരവുമാണ് എന്ന് പറയാതെ വയ്യ. ഓം നമ ശിവായ. അഷ്ടപതിയിലെത്തി കൈലാസത്തിന്റെ തെക്കേമുഖം കണ്ട സന്തോഷത്തിലാണ് ഞങ്ങൾക്കൊപ്പമുള്ള തീർത്ഥാടകരെല്ലാവരും. എന്താണ് അവർക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എത്രത്തോളം സന്തോഷമുണ്ട്? ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷം, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, ജീവിതത്തിൽ അനിർവചനീയമായൊരവസരമായിട്ട് ഞാൻ എന്നെ കാണുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഒന്ന് ഇവിടെ ഒന്ന് ദർശിക്കുക എന്നത്. അത് സഫലമായതിൽ ഞാൻ വളരെയധികം സംതൃപ്തയാണ്. അനന്തവജ്ഞാതം അവർണ്ണനീയം ഈ ലോകചക്രം തിരിയുന്നു, അതിൻ്റെ എങ്ങാൻ്റെ ഒരു കോണിൽ നിന്ന് കാണുന്ന മർത്യൻ കഥയെന്തു കാണുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചശക്തിയെ കാണാൻ നമുക്ക് സാധിച്ചതിൽ അത്യപൂർവമായ സന്തോഷമുണ്ട്. എന്ത് തോന്നുന്നു കൈലാസത്തിന്റെ തെക്കേമുഖം കാണുമ്പോൾ? വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു. ഞങ്ങൾക്ക് ഓരോ രൂപങ്ങളാണ് കാണുന്നത്. ഓരോ മലയിൽ ഗണപതിനെ കാണുന്നു, സുബ്രഹ്മണ്യനെ കാണുന്നു, ശിവനെ കാണുന്നു. ഓരോ തോന്നലായിരിക്കാം. പക്ഷേ പിന്നെ പല ആൾക്കാരും പറയുന്നു ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന്. വളരെ ക്ലിയർ ആയിട്ടുള്ള ദർശനമാണ്. നമശിവായ. എങ്ങനെ തോന്നുന്നു? നല്ലൊരു അനുഗ്രഹം ഭഗവാന്റെ. ഇന്ന് നല്ലോണം ദർശനം കിട്ടി. ഭയങ്കര സന്തോഷം തോന്നുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു യാത്ര ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിച്ചതിൽ. അപ്പോൾ അത് ഇനിയൊരു യാത്രയ്ക്ക് നമുക്ക് അനുവാദം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്ദി മാത്രയിൽ പറയാനായിട്ട് ഓരോ യാത്രയും ഓരോ ദിവസവും നമ്മൾ ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ തീർത്ഥയാത്രയോടാണ് ആദ്യം തന്നെ നന്ദി പറയാൻ. ചേച്ചിക്ക് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തില്? ഹർ ഹർ മഹാദേവ്. ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചു. പൂർവികരുടെ ഒരു പുണ്യമായിരിക്കും, ഞാൻ ചെയ്ത പുണ്യമാവില്ല. ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും അടുത്ത് നിന്ന് അടുത്തത് കൈലാസനെ കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചാർധാം യാത്രയ്ക്ക് പോയപ്പോഴാണ് ഈ കൈലാസ യാത്രയ്ക്ക് ഒന്ന് വരണം എന്നുള്ളൊരാഗ്രഹം. ഇത് പെട്ടെന്നൊന്ന് തീരുമാനിച്ചു വന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് എത്തിച്ചു. കൂടുതലൊന്നും പറയാനില്ല. മാനസരോവർ മുതൽ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുഖം കൈലാസത്തിന്റെ. അപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് നിന്ന് കാണുകയാണ് കൈലാസത്തിന്റെ തെക്കേ മുഖം. എന്തൊക്കെയാണ് ഈ തെക്കേ മുഖത്തിന്റെ പ്രത്യേകതകൾ? നമുക്ക് കൈലാസത്തിന് 4 മുഖങ്ങളാണുള്ളത്. അതിനെ 4 ലോഹങ്ങളായിട്ടും വജ്രങ്ങളായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ദ്രനീലമാണ് തെക്കേ മുഖം എന്നാണ് പറയുന്നത്. ഈ തെക്കേ മുഖത്തിൽ ശിവന്റെ തൃക്കണ്ണിന്റെ ഒരു പ്രതിബിംബം അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, തെക്കേ മുഖത്താണ് നന്ദി ഇരിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ വരുന്ന ആൾക്കാരോട് പറയാറുള്ളത്, നിങ്ങൾ വടക്കേ മുഖത്ത് പോയി പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമില്ല. ശിവനോട് പറയാനുള്ള നന്ദിയോട് പറയണം. ആ നന്ദി ശിവനോട് പറയും എന്നാണ് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത്. നമ്മൾ നന്ദിയുടെ ഒരു ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് പറയാം. അപ്പൊ ഇവിടെയും നന്ദിയോട് പറഞ്ഞോളൂ എന്നാണ് പറയാറ്. നന്ദിയോട് പറഞ്ഞാൽ നന്ദി ശിവനോട് പറഞ്ഞോളൂ. ശിവൻ ധ്യാനം ഉണരുമ്പോൾ നന്ദി ഉണർത്തിച്ചോളും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഈ സൗത്ത് ഫേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് 3 മതങ്ങളിലും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫേസാണ് സൗത്ത് ഫേസ്. അതായത് അഷ്ടപദം എന്ന് പറയുന്ന രീതിയിൽ ഇതിൽ കാണുന്ന 8 പടികൾ. ഈ പടികൾ കയറിപ്പോവുകയാൽ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. ആ സ്വർഗത്തിലേക്കുള്ള 8 പടികളാണ് ഈ കാണുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ജൈനിസായാലും ബുദ്ധിസായാലും ഈ ഇവിടത്തെ ബോൺ എന്ന് പറയുന്ന ടിബറ്റൻ റിലീജിയൻ ആയാലും, ഇനി നമ്മുടെ ബുദ്ധിസത്തിന് പല വകഭേദങ്ങളുണ്ട്. അതിൽ ടിബറ്റൻ ബുദ്ധിസം ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിസത്തിനും ഈ തെക്കേ മുഖം വളരെ പ്രാധാന്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് നന്ദിയുണ്ട്. മാത്രമല്ല, സൂക്ഷിച്ച് നോക്കിയില്ലേ, ഒരുപാട് രൂപങ്ങൾ നമുക്ക് അവിടെ.
ഇപ്പൊ നമ്മൾ ഈ തെക്കേ മുഖത്തേക്ക് വരുമ്പോഴേ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. പൊതുവെ ഹിമാലയൻ യാത്രകളില് അല്ലെങ്കിൽ ടിബറ്റൻ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കല്ലുകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് കേട്ടു. നോക്കൂ, ഇതില് സത്യത്തില് പലപ്പോഴും ടിബറ്റിൽ വരുമ്പോ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ഇതില് അടക്കേണ്ടത് ചെറിയ കല്ലിന്റെ മുകളിൽ വലിയ കല്ല്, അതും സാധ്യത ഉണ്ടെങ്കിൽ പെബിൾസ് അടക്കണം എന്നാണ്, ഉരുണ്ട കല്ല്. അപ്പൊ ഇതൊരു ടിബറ്റൻ ധ്യാന വിദ്യയാണ്. ചെറിയ കല്ലിന്റെ മുകളിൽ വലിയ കല്ലുകൾ, അതിന്റെ മുകളിൽ ഒരു ചെറിയ കല്ല്, അതിന്റെ മുകളിൽ ഒരു വലിയ കല്ല് എന്നുള്ള രീതിയിൽ അടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത്രയേറെ ഏകാഗ്രമായ ഒരു ധ്യാനത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഒരു പ്രവൃത്തി പോലും നമുക്ക് പൂർണ്ണമായിട്ട് അതിലേക്ക് അന്തർലീനമായി അല്ലെങ്കിൽ ലയിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ധ്യാന വിദ്യ തന്നെയാണ്, അതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. സ്വപ്ന സാക്ഷാത്കാരം പറയാൻ പറ്റില്ല. കാരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു സാക്ഷാത്കാരമാണത്. ഇതെന്ന് പറയാൻ ജീവിതത്തിൽ ഇനി ഒന്നും നേടാനില്ല, അത്രയും നേടിക്കഴിഞ്ഞൊരു അനുഭൂതിയാണിത്. ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നുള്ളത്. അത് പറയാൻ ഇനി വാക്കുകളില്ല, അതുപോലത്തെ ഒരു അനുഭൂതിയാണ് ഭഗവാനെ കാണാൻ. ഇനി പരിക്രമണം കൂടി ഒന്ന് സാധിച്ചു തരാൻ ഭഗവാൻ അനുവദിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. ഒരു മുൻജന്മ പുണ്യമായിരിക്കാം അങ്ങനെയൊക്കെ വരാൻ പറ്റിയത്. ഒത്തിരി സന്തോഷമാണ്. എത്രത്തോളം സന്തോഷമുണ്ട് ഭഗവാനെ കണ്ടപ്പോൾ? ഒരുപാട് സന്തോഷമായി. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഭഗവാൻ ഇങ്ങനെ ഒരു നല്ല ദർശനം, ഇത്രയും ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ പറ്റുന്ന അത്രയും വലിയ ദർശനമായിരുന്നു ഭഗവാൻ. ഞാൻ കൈലാസ യാത്രയ്ക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമുക്കതിനുള്ള അർഹതയില്ല എന്ന് തന്നെ കരുതിയിരുന്ന ഒരാളാണ്. ആ ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ട്, ഞങ്ങൾ അമ്പലത്തിലെ നാമജപത്തിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി കൈലാസ യാത്രയിലേക്ക്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നി എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാം, കൈലാസത്തിലേക്ക് പോകണം എന്നുള്ളൊരു പിന്നെ അതിനുശേഷം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ ഭംഗിയായി ഒരു മുടക്കമില്ലാണ്ട് ഭഗവാൻ തന്നെ എല്ലാം സാധിച്ചു വന്നു. ഈ മണ്ണിൽ കാല് കുത്തി ഒരുപാട് സന്തോഷം. നമ്മളെ പൂർവികരുടെ പുണ്യം, ഭഗവാന്റെ അനുഗ്രഹവും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ഒപ്പം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഉറപ്പായിട്ടും ഒരുപാട് നന്ദി എല്ലാവർക്കും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,000 അടിയിലധികം ഉയരത്തിലാണ് അഷ്ടപദ് സ്ഥിതി ചെയ്യുന്നത്. അഷ്ട എന്നാൽ 8 എന്നും പദ് എന്നാൽ പടവുകൾ എന്നുമാണ് അർത്ഥം. കൈലാസ പർവ്വതത്തിന്റെ തെക്കേ മുഖത്ത് സ്വാഭാവികമായി രൂപപ്പെട്ടിട്ടുള്ള കൂറ്റൻ 8 പടവുകളെയാണ് അഷ്ടപദ് എന്ന പേരിന് പിന്നിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 8 പടവുകൾ സാക്ഷാൽ ദേവലോകത്തേക്കുള്ള പടവുകളാണ് എന്നതാണ് വിശ്വാസം. സനാതനധർമ്മത്തിലും ജൈനമതത്തിലും ഒരുപോലെ പവിത്രമായി കരുതപ്പെടുന്ന പ്രദേശമാണ് അഷ്ടപദ്. പ്രത്യേകിച്ച് ജൈനമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പവിത്രമായ ആദ്യ തീർത്ഥമാണ് അഷ്ടപദ്. ജൈനമതത്തിലെ 1ാമത്തെ തീർത്ഥാങ്കരനായ ഭഗവാൻ ഋഷഭദേവൻ അഥവാ ശ്രീ ആദിനാഥൻ നിർവ്വാണം ചെയ്തത് ഈ അഷ്ടപദിൽ വെച്ചിട്ടാണ് എന്നതാണ് വിശ്വാസം. കൈലാസയാത്ര നടത്തുമ്പോൾ അഷ്ടപദ് ദർശനം കൂടി ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പുണ്യമാണ്. കാരണം എല്ലായ്പ്പോഴും നമുക്ക് അഷ്ടപദിലേക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല. കാരണം ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ നടക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്കതിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു മതവിശ്വാസത്തിനൊപ്പം തന്നെ ജൈനമതവും ബുദ്ധമതവും എല്ലാം വളരെ പുണ്യമായി കാണുന്ന പ്രദേശമാണ് അഷ്ടപദ് എന്ന് പറയുന്നത്. ജൈനമത വിശ്വാസങ്ങൾ പ്രകാരം ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 മഹാതീർത്ഥങ്ങളിൽ ഒന്നാണ് ഇത്. ജൈനമതത്തിന്റെ ആദ്യത്തെ തീർത്ഥാങ്കരനായ ഭഗവാൻ ഋഷഭദേവ് നിർവ്വാണം പൂകിയത് ഇവിടെ വെച്ചാണെന്നാണ് ജൈന വിശ്വാസം പറയുന്നത്.
അദ്ദേഹത്തിന്റെ പുത്രനായ ഭരത ചക്രവർത്തി ഇവിടെ രത്നങ്ങൾ കൊണ്ടൊരു വലിയ കൊട്ടാരം നിർമ്മിച്ചതായും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഹൈന്ദവ മതപ്രകാരം ഭഗവാൻ ശിവന്റെ കാൽക്കൽ ഭക്തിയോടെ സമർപ്പിക്കപ്പെട്ട ഇടമായിട്ടാണ് ഹിന്ദുക്കൾ അഷ്ടപദിനെ കാണുന്നത്. രാവണൻ തന്റെ അഹങ്കാരം കൊണ്ട് കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ശിവൻ തന്റെ കാൽവിരൽ അമർത്തുകയും രാവണന്റെ കൈകൾ അതിനിടയിൽ പെടുകയും ചെയ്ത പ്രശസ്തമായ പുരാണ സംഭവം നടന്നത് അഷ്ടപദിൽ വെച്ചാണെന്നാണ് വിശ്വാസം പറയുന്നത്. അതെ, ഐതിഹ്യമനുസരിച്ച് ഋഷഭദേവന്റെ നിർവ്വാണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഭരത ചക്രവർത്തി ഇവിടെ 24 തീർത്ഥാങ്കന്മാരുടെ വിശിഷ്ടമായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു. ജൈന തത്വചിന്തയനുസരിച്ച് ഒരു ആത്മാവ് പൂർണ്ണമുക്തി നേടാൻ നശിപ്പിക്കേണ്ട 8 തരം കർമ്മങ്ങളെയാണ് ഈ 8 പടവുകൾ പ്രതിനിധീകരിക്കുന്നത്. ഹിന്ദു വിശ്വാസമനുസരിച്ച് കൈലാസനാഥന്റെ ദർശനത്തിനായി ദേവന്മാരും ഋഷീശ്വരന്മാരും എത്തുന്ന ദിവ്യസ്ഥാനമാണിത്. കൈലാസ പർവ്വതത്തിന്റെ തെക്കേ മുഖത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അഷ്ടപദിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ തിരുമുന്നിൽ നേരിട്ട് നിൽക്കുന്ന അനുഭവമാണ് യാത്രികർക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ടൊരു കഥ കൂടി പറയാറുണ്ട്. ഒരിക്കൽ പുഷ്പവിമാനത്തിൽ വരുന്ന സമയത്ത് കൈലാസത്തിന്റെ പ്രഭാവം കൊണ്ട് പുഷ്പവിമാനത്തിന് പറക്കാൻ പറ്റാതായ ഒരു ഘട്ടത്തിൽ എന്നാൽ ഈ കൈലാസം ഞാൻ അങ്ങ് ലങ്കയിലേക്ക് കൊണ്ടുപോകാന്നുള്ള വളരെ വലിയ ശിവഭക്തനാണ്. അങ്ങനെ പക്ഷെ അതേസമയം അഹങ്കാരിയും കൂടിയാണ്. സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതായത് അഹം എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടായിരുന്ന ഭക്തനായിരുന്നു. അതായത് 10 തലകൾ എന്ന് പറയുന്നത് 10 ക്വാളിറ്റികളായിരുന്നു. അതിനെ എല്ലാം ഭരിക്കുന്ന രീതിയിൽ നാഭിയിൽ അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ രാവണൻ ഇവിടെ ഇതിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കയറിട്ട് വലിച്ചപ്പോൾ ഉണ്ടായതാണ് 8 പാടുകൾ എന്നുള്ള വിശ്വാസം. അങ്ങനെ കെട്ടിവലിക്കുന്ന സമയത്ത് ഉയർത്താൻ നോക്കുന്നു, കെട്ടിവലിച്ച് നീങ്ങാതാവുമ്പോൾ ഉയർത്താൻ നോക്കുന്നു. അപ്പോൾ മുകളിലിരിക്കുന്ന ഭഗവാൻ ഇത് മനസ്സിലാക്കി. പക്ഷെ കൈലാസം കുലുങ്ങിയപ്പോൾ ആ സമയത്ത് ഒരു സൗന്ദര്യപ്പണക്കത്തിലായിരുന്ന പാർവതി ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഒരേ സമയം രാവണന്റെ ഈ പ്രവൃത്തിയിൽ പ്രസന്നനാവുകയും അതേസമയം അത്രയ്ക്ക് നീ ആയോ എന്നുള്ളൊരു ഭാവം വരികയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ തള്ളവിരല് താഴ്ത്തമർത്തി രാവണന്റെ കൈകൾ രണ്ടും ഈ പർവ്വതത്തിനടിയിലായി പോയി. അഷ്ടപദിൽ എത്തിച്ചേരുമ്പോൾ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ അത് വാക്കുകൾക്ക് അതീതമാണ്. അവിടെ നിന്ന് നോക്കിയാൽ കൈലാസ പർവ്വതത്തിന്റെ തെക്കേ മുഖത്തിലൂടെ താഴേക്ക് ഒരു ലംബമായ പിളർപ്പ് കാണാം. ഇതിനെ മേരുദണ്ഡ അല്ലെങ്കിൽ ശിവന്റെ തൃശൂല അടയാളം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. കൂടാതെ കൈലാസ പർവ്വതത്തിന് തൊട്ടു മുന്നിലായി ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദികേശനെ പോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നന്ദി പർവ്വതം നമുക്ക് കാണാൻ സാധിക്കും. കൈലാസത്തിന് കാവൽ നിൽക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹം പോലെയാണ് ആ പർവ്വതം അനുഭവപ്പെടുന്നത്. മാത്രമല്ല കൈലാസയാത്രയിലെ ഏറ്റവും കഠിനവും ആത്മീയവും ഉയർന്ന തലത്തിലുള്ളതുമായ ഇന്നർ കോറ പരിക്രമണം ആരംഭിക്കുന്നത് ഈ അഷ്ടപദിൽ നിന്നാണ്. ഒപ്പം തന്നെ ഈ വലതുവശത്തായിട്ട് നിങ്ങൾക്കൊരു പാത കാണാൻ സാധിക്കും. അത് ഇന്നർ കോറ പരിക്രമണത്തിന് വേണ്ടി പോകുന്ന പാതയാണ്. അതായത് കൈലാസത്തിലെ 13 പരിക്രമണങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഇന്നർ കോറ പരിക്രമണം ചെയ്യാനുള്ള പാകമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. കാരണം അവിടുത്തെ എനർജിയെ നമുക്ക് സ്വീകരിക്കാൻ അത്രത്തോളം ശക്തി ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബുദ്ധ ജൈന മതക്കാരാണ് കൂടുതലും ഈ ഇന്നർ കോറ പരിക്രമണത്തിന് ഈ സമയങ്ങളിൽ അവിടേക്ക് എത്താറുള്ളത്. പ്രത്യേകിച്ച് സാഗാദാവ ഫെസ്റ്റിവൽ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം റെസ്ട്രിക്ഷൻസ് നമുക്ക് ആ വശത്തേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നന്ദിപർവ്വതത്തിനും കൈലാസത്തിന്റെ തെക്കേ മുഖത്തിനും ഇടയിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ യാത്ര. സപ്തഋഷി ഗുഹകളും ആത്മലിംഗവും കൈലാസപാദ സ്പർശം നടത്തുന്ന ചരൺ സ്പർശ് മേഖലയുമൊക്കെ
ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നന്ദികേശന്റെ അനുഗ്രഹത്തോടെ ആ പുണ്യഭൂമിയെ തൊട്ടു തൊഴുതപ്പോൾ ഉള്ളിൽ നിറഞ്ഞ ഭക്തി വിവരണാതീതമാണ്. ഇന്നർകോറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വഴികളുണ്ട്. അത് ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട്, പല ഭാഗങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ വളരെ അപൂർവം പേര് തന്നെ അത് ഒരുമിച്ച് ചെയ്യുള്ളൂ. പല ഭാഗങ്ങളായിട്ട് ഇപ്പോൾ ചെയ്യുന്നവരുണ്ട്. പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പെർമിഷൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ യാത്രയും വേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറില്ല 13 വർഷം പോയി ഒരു പരിക്രമണം കഴിഞ്ഞ് ചെയ്യണം എന്നാണ് പറയുക. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ പലരും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഇന്നർകോറ പരിക്രമണത്തിന് പോകുമ്പോൾ നമ്മൾ അതിനകത്ത് കുറേയും കൂടി മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ കാണും. അത് പണ്ട് ഋഷിവര്യന്മാരെയൊക്കെ തപസ് ചെയ്തിരുന്നൊക്കെ അവിടെയാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഇപ്പോഴും അങ്ങനെ ഒരു തിയറി ഉണ്ട്. അതായത് ഷാങ്ക്രില എന്ന് പറയുന്ന സിദ്ധയോഗികളുടെ പ്രദേശമാണത്. അത് ക്രിയായോഗികൾ കൂട്ടമായി വസിക്കുന്ന ഒരു പ്രദേശം, ഷാങ്ക്രില എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ പ്രദേശം ഇതിന്റെ അകത്താണെന്നും കൈലാസത്തിനകത്താണെന്നും അതിന് യോഗ്യരായവർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അതിലേക്കുള്ള കവാടം തുറന്നു കിട്ടും എന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ചിലപ്പോൾ രാത്രി കാലങ്ങളിലായിരിക്കും സഞ്ചരിക്കേണ്ടി വരിക. പകല് കാറ്റിൻ്റെ മറ്റുള്ള പ്രഭാവം കാരണം പകല് ചിലപ്പോൾ സഞ്ചാരം ഉണ്ടാവില്ല. മാത്രമല്ല വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞത്. ഇന്നർ പരിക്രമ ഇപ്പോഴും അധികം വീഡിയോസിലും മീഡിയയിലൊന്നും വരാത്ത വാർത്തയാണ്. അതൊരു പരിധി വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നർ പരിക്രമയ്ക്ക് പോകുന്നവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ബാധ്യത കൂടി. അഷ്ടപദിലെ ആത്മീയ അനുഭൂതിക്കും ദർശനത്തിനും ശേഷം വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ വീണ്ടും ദാർശനിലെ ഞങ്ങളുടെ മുറികളിലേക്ക് തിരിച്ചെത്തി. കാരണം അടുത്ത ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകാൻ പോവുകയാണ്. കൈലാസ മഹാപരിക്രമണം ദാർശനിൽ നിന്നാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത്. പരിക്രമണത്തിന്റെ ആദ്യപടി എന്നറിയപ്പെടുന്ന വിശുദ്ധ യമദ്വാരം ലക്ഷ്യമാക്കിയിട്ടാണ് നാളെ ഞങ്ങൾ ഇറങ്ങുന്നത്. ശരീരത്തിൽ ഉയർന്ന ഉയരം മൂലമുള്ള അസ്വസ്ഥതകളും തണുപ്പുമൊക്കെ ഉണ്ടെങ്കിലും നാളത്തെ ആ ദീർഘമായ കാൽനട യാത്രയെക്കുറിച്ചുള്ള ആകാംക്ഷയും ആവേശവും മാത്രമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെന്ന് പറയാം. അത്യാവശ്യ ലഗേജുകൾ മാത്രം ബാക്ക് പാക്കിലാക്കി കൈലാസനാഥന്റെ നാമം ജപിച്ച് അന്നത്തെ രാത്രി ഞങ്ങൾ വിശ്രമത്തിലേക്ക് കടക്കുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടപദിലെത്തി ഭഗവാൻ മഹാദേവനെയും നന്ദിയെയും ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ അനുഭൂതി അത് എത്ര പറഞ്ഞാലും മതിവരില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൈലാസ യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ അഷ്ടപദിലേക്ക് എത്താൻ മറക്കരുത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ കൈലാസപർവ്വതത്തെ വലം വയ്ക്കാനുള്ള ആ മഹായാത്രയുടെ പ്രഭാതം നമ്മളെ തേടിയെത്തുകയാണ്. ദാർശനിൽ നിന്ന് ആരംഭിച്ച് യമദ്വാരം കടന്ന് ദിറാപ്പുക്കിലേക്കുള്ള ആ കഠിനവും ഭക്തി നിർഭരവുമായ കൈലാസ പരിക്രമണത്തിന്റെ ആദ്യദിന കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.